പൊതുവേ നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് പലപ്പോഴും അത് പൈൽസ് ആയിരിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ മലബന്ധവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ പൊതുവെ പൈൽസ് എന്ന് പൊതുജനം പറയുന്നുണ്ട്. പക്ഷെ പൈൽസ് അതൊന്നും എല്ലാം തന്നെ പൈൽസ് ആകണമെന്നില്ല. അത് പൈൽസ് ആകാം. പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിന് താഴെ ഉള്ള ഭാഗത്ത് ഞരമ്പുകൾ വികസിച്ച്, നമ്മൾ വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഞരമ്പുകൾ വികസിച്ച് അത് പുറത്തേക്ക് തള്ളുകയും അതിലൂടെ രക്തം ചില സമയങ്ങളിൽ വാർന്നു പോവുകയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷേ അതോട് അനുബന്ധമായിട്ട് തന്നെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിസ്റ്റുല എന്ന് പറഞ്ഞ അവസ്ഥ, പിന്നെ ഫിഷർ എന്ന് പറഞ്ഞ അവസ്ഥ. ഫിഷർ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ നിയന്ത്രിക്കുന്ന മസിലുകൾ ഉണങ്ങിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ചുരുങ്ങിയിരിക്കുന്ന ഈ മലദ്വാരത്തിലൂടെ കട്ടിയുള്ള മലം പോകുമ്പോഴാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ മലം പോകാതാകുമ്പോൾ ഫിഷറാകും. ആ ഫിഷർ ഈ പൈൽസ് ഉണ്ടാക്കും. അപ്പോൾ പലപ്പോഴും ഫിഷറിനെയും പൈൽസായിട്ടാണ് പലരും കാണുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ മലാശയത്തിൽ നിന്നും പുറമേക്ക് ഒരു ചെറിയ കനാല് പോലെ ഉണ്ടായിട്ട് മലദ്വാരത്തിന് ചുറ്റും എവിടെയെങ്കിലും അതൊരു തുറന്ന് അതുവഴി ഈ ഒരു ചെറിയ ദ്വാരത്തിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു വ്രണത്തിലൂടെ നീരൊലിച്ചുകൊണ്ടേയിരിക്കുന്നതിനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസ്റ്റുലയ്ക്ക് കാരണം മലബന്ധം തന്നെയാണ്. ഈ മലബന്ധം ഉണ്ടാക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഈ മലാശയത്തിലുള്ള കണ്ടൻസ് അതുവഴി വരുന്നതിനാണ് ഈ ഫിസ്റ്റുല. ഇപ്പോൾ ഈ മൂന്നിനെയും പൊതുജനം പൈൽസ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്നും വ്യത്യസ്തമായ രീതിയിൽ ചികിത്സിക്കേണ്ട അവസ്ഥയുമാണ്. പൈൽസിനിപ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് പൈൽസിൻ്റെ കാരണത്തിൽ ഒന്ന് മലബന്ധം തന്നെയാണ്. അപ്പോൾ അതിന് മലബന്ധം ഉണ്ടാകാത്ത രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം, കൂടുതൽ നാരും വളരെ ശുദ്ധീകരിച്ച മാവുകൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക, പച്ചക്കറികൾ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, നാരുകളുള്ള ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് മലം സോഫ്റ്റായിട്ട് പോകാനുള്ള ഉപാധികൾ. അങ്ങനെ വരുമ്പം പൈൽസ് ഉണ്ടാകുന്നത് കുറയാം. പിന്നീടുള്ളത് ഓപ്പറേഷൻസ് ആണ്. ശസ്ത്രക്രിയ കൊണ്ടുള്ള ചികിത്സയാണ്. അത് പൈൽസിന് പലതരത്തിലുണ്ട്. ഒന്ന് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് നടന്നിരുന്നത് ഓപ്പൺ പൈൽസിന് ഹെമറോയിഡക്ടമി എന്ന് പറയുന്നതാണ്. അത് ഈ തള്ളി വരുന്ന ഞരമ്പുകളെ കെട്ടിയടച്ച് അവിടെയുള്ള ഈ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലിനെ വികസിപ്പിക്കുന്നതാണ് പൈൽസ് ഹെമറോയിഡക്ടമി എന്ന് പറയുന്നത്. അത് ഓപ്പൺ അല്ലാതെ ഇപ്പോൾ ഉള്ള നൂതനമായിട്ടുള്ളത് ഈ സ്റ്റേപ്പിൾ ഹെമറോയിഡക്ടമി എന്ന ഒരു ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെഷീൻ വെച്ച് ഇതിൻ്റെ ഈ ഞരമ്പുകളെ അനസ്റ്റമോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നതാണ് സ്റ്റേപ്പിൾ ഹെമറോയിഡക്ടമി. പിന്നെ ലേസർ ഹെമറോയിഡക്ടമി ഉണ്ട്. ലേസർ ഉപയോഗിച്ച് ഹെമറോയിഡുകളെ കരിക്കുന്നതാണ്. അതാണ് ഈ പൈൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഫിസ്റ്റുലയ്ക്കും ഫിഷറിനുമൊക്കെ മറ്റ് രീതിയിലുള്ള ചികിത്സകളാണ്.